സെയിൽസ് ചാർട്ടിൽ ഒന്നാം സ്ഥാനം ഒരുപാട് കാലമായിട്ട് മാരുതിയുടെ കയ്യിലാണ്. എന്നാൽ ആ ഒരു ഒന്നാം സ്ഥാനത്തിന് കോട്ടം വരുത്തി ടാറ്റ മോട്ടോഴ്സ് ഒന്നാം സ്ഥാനത്തിലേക്ക് കയറിയിരുന്നു. അതിന് കാരണക്കാരനായിട്ടുള്ള മോഡൽ ടാറ്റ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ പഞ്ച് എന്ന് പറയുന്ന SUV ആയിരുന്നു എന്ന് പറയാം. നമ്മളുടെ കൂടെയുള്ളത് പഞ്ചിൻ്റെ 2024 മോഡലാണ്. അതിൻ്റെ കമോ എഡിഷനാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ടാറ്റ പഞ്ചിൻ്റെ പ്രത്യേകതകളെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കമോ എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് അവരുടെ സീരീസുകളിൽ ഇറക്കുന്ന ഒരു സ്പെഷ്യൽ എഡിഷനാണ്. പ്രത്യേകിച്ച് ഈ ഒരു കളറ്, അതുപോലെ സൈഡ് വ്യൂ മിററിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കളർ ടോണിൻ്റെ ഡിഫറൻസ്, ക്യാമോ എന്ന് പറയുന്ന ബാഡ്ജിങ്, അങ്ങനെ കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഡിഫറൻസുകളാണ് ക്യാമോ എഡിഷനുകൾക്ക് പ്രധാനമായിട്ടും ഉള്ളത്. പഞ്ചിനെ ഇത്രയും സ്വീകാര്യമാക്കാനുണ്ടായ കുറച്ച് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പഞ്ചി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ 16 ഇഞ്ച് വീലുകളുണ്ട്, സൺറൂഫ് ഉണ്ട്, ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ്, കുറച്ചുകൂടി ഈസിയാണ്, 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡോറുകളുണ്ട്, അതോടൊപ്പം തന്നെ ലാമ്പ് സിസ്റ്റവും നല്ലതാണ് എന്നുള്ളതാണ്. പഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ SUV എന്ന് പറയാം. ഒരു വലിയ വാഹനത്തിൻ്റെ ഫീൽ തരുന്ന തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ പ്രസൻസ് ഉള്ളത്. റോഡിലേക്ക് വരുന്ന സമയത്തും നല്ല റോഡ് പ്രസൻസ് ആണ്. അതുപോലെ ഈ ഒരു ക്ലാഡിങ്ങുകൾ, വാഹനത്തിനകത്തുള്ള സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റു വാഹനങ്ങളെക്കാളും ഒരു പടി മുന്നിലാണ് പഞ്ച്. ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫീച്ചറാണ് സൺറൂഫിലെ. അങ്ങനെ ഒരു സർവേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സൺറൂഫ് കൊടുക്കുന്നത് ടാറ്റ പഞ്ചാണ് എന്നുള്ളതും ടാറ്റ പഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് സൺറൂഫ് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടാറ്റ പഞ്ചിൻ്റെ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ഉണ്ട്. 8.3 ലാക്കാണ് ആ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. എക്സ്റ്ററിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണത് എന്ന് പറയാം. വാല്യൂ ഫോർ മണിയുടെ കാര്യത്തിൽ ടാറ്റ പഞ്ച് ഒരു പടി മുന്നിലാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയണ്ട, ഇവരുടെ എല്ലാ വാഹനങ്ങളും 5 സ്റ്റാർ റേറ്റഡ് ആണ്. അപ്പം സ്റ്റാർ റേറ്റിംഗ് ഒക്കെ പരിഗണിക്കുന്ന ആളുകൾക്ക് അതും ഒരു അഡീഷണൽ ഫീച്ചറാണ്. ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്വാളിറ്റി മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള കളറിലും അവൈലബിൾ ആണ്. അക്കംപ്ലിഷിലും അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് മിഡ് വേരിയൻറ്റ് മുതൽ നമുക്ക് റെഡ് കളറുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. റെഡ് കളർ മാത്രമല്ല കേട്ടോ, പഞ്ചിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള കളറുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമോ എഡിഷനാണ്. അതുകൊണ്ട് തന്നെ സീറ്റിനകത്ത് കണ്ടോ ആ ഒരു കാമോ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പഞ്ച് ശരിക്കും നല്ല പഞ്ചിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്, ധാരാളം ലഗേജ് കൊള്ളും, ഏറെക്കുറെ ഒരു 5-6 ബാഗൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ വാഹനത്തിനകത്ത് CNG ഓപ്ഷൻസും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് പഞ്ചിൻ്റെ CNGയും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 വേരിയൻറ്റുകളാണ് അത് വരുന്നത്. അപ്പം CNGനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് വാഹനം ഓടിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് CNG ഓപ്ഷൻ പരിഗണിക്കാം. പഞ്ചിനകത്ത് അതും അവൈലബിൾ ആണ്. ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രീമിയം ഫീലുള്ള ഒരു ഡാഷ്ബോർഡാണെന്ന് പറയാം. ഇവിടെ നമുക്ക് വുഡൻ ട്രിമ്മുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ഇത് നമ്മൾ പുതിയ നെക്സോണിലൊക്കെ കണ്ട ടൈപ്പാണ്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അനലോഗ് മീറ്റേഴ്സ് എവിടെയും ഇല്ല. സൈഡിലൊക്കെ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ പോലെ ഫീൽ ചെയ്യുന്നു. ഏതായാലും കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ ഫ്രെയിം അല്ലാത്ത പോലെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. സ്റ്റിയറിംഗ് വീല് ഹോൺ അടിക്കാനൊക്കെ ഉണ്ടോ ഇവിടെ തന്നെ, അതായത് കൈ എടുക്കാതെ തന്നെ ഓടിക്കാൻ പറ്റുന്ന തരത്തിൽ ലെതർ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിൻ്റെ എൻജിൻ. ഒരു 1.2 ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 88 HP പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഈ തരത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഡ്രൈവ് ഫീൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചി ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഫീലാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സൈസും ഈ ഒരു എൻജിൻ്റെ റെസ്പോൺസും ഒക്കെ കൂടി ചേരുന്ന സമയത്ത് നല്ല ഒരു പ്ലഷറോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ടാറ്റ പഞ്ച് സാധാരണ ടാറ്റ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 40 വർഷത്തോളം മാരുതി കൈയടക്കി വെച്ചിരുന്ന സെയിൽസിലെ നമ്പർ 1 എന്ന് പറയുന്ന വലിയ ചാർട്ടിനെ മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി നമ്മൾ ഫ്രണ്ടിനെ കുറിച്ച് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ DRL യൂണിറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഹെഡ് ലാമ്പിൻ്റെ ഹൈ ബീം, LED-യും ലോ ബീമും മറ്റേ ബീമുമായിട്ടാണ്, രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അത് ഹാലജനാണ് വന്നുള്ളത്. ഇവിടെ നമുക്ക് ട്രയാരോ ഡിസൈൻസ് കാണാം, ക്ലോസർ ആയിട്ടുള്ള ഒരു ഗ്രിൽ പാറ്റേൺ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹോണിൻ്റെ ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു എയർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. മൊത്തത്തിൽ ലുക്ക് വൈസ് ബ്യൂട്ടിഫുൾ ആണ്. അക്കോംപ്ലിഷൻ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിനകത്താണ് ഇത് വരുന്നത്. 8,45,000 രൂപയാട്ടോ ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവുന്നതാണ്. എന്തുകൊണ്ടാണ് ടാറ്റ പഞ്ച് സെയിൽസിൽ ഒന്നാമതെത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.